എനിക്ക് അസൂയ തോന്നുന്നു. നേരായിട്ടും തോന്നാം. അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു, ദൈവത്തിന് പോലും. പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോൾ പള്ളിക്കൽ അച്ഛൻ പറഞ്ഞു കല്യാണം നടക്കില്ലെന്ന്. കടം കൊണ്ട് കഴുത്തറ്റ് മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല. ആ, കടങ്ങളുണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു. ആ മോഹം അയാൾ സാധിച്ചു. മിന്നു കെട്ടുന്നതിന്റെ തലേ രാത്രി എന്താ അച്ഛാ ഇതിന്റെയൊക്കെ അർത്ഥം? മിന്നേറ്റ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണ കാര്യത്തെ പറ്റി ഒന്നുകൂടെ ആലോചിക്കാണ്ടെന്ന് പറയുന്നത് എവിടത്തെ നാട്ടു നടപ്പാ? എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്റെ മോളെ അവിടേക്ക് അയച്ചാ അവള് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാ നമുക്ക് വേറെ ദിവസം നോക്കാം. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാരിക പറയരുത്. നീ എന്താ ഈ പറയുന്നേ? ഈ കല്യാണം നടത്താൻ ഇയാൾ കിട്ടവനെന്ന് അന്നേപ്പാരാ മധ്യസ്ഥം പറ ഇങ്ങോട്ട് വിളിച്ചേ. പെണ്ണിന്റെ തന്ത ഈ നിൽക്കുന്ന കുഞ്ഞു കൊച്ചു സാറ് മനസമ്മതം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാത്ത സ്ഥിതിക്ക് അരമനക്കോടതിന് അനുവാദം മേടിക്കുന്ന സഭാ നിയമം. പെണ്ണിന്റെ ഒപ്പം അതും മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് കൊമ്പൊലിക്ക് കാണിച്ച ഒരു കാര്യമില്ല. എനിക്ക് നാൻസിയോട് ഒന്ന് സംസാരിക്കണം. അതെങ്ങനെയാ മോനെ? പെണ്ണിന്റെ അപ്പൻ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിൽ പറഞ്ഞത് ചെയ്യത്തില്ല. എനിക്ക് സംസാരിക്കാം. അങ്ങനെ പോയാലോ? ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്തി ഞാൻ മിന്നു കിട്ടും. വരാൻ തയ്യാറാണോ? എന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് അവൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ ഈ സിംഗപ്പൂരിൽ. പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല? ഇല്ല, വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം. അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ. ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കെട്ടാൻ ഞാൻ റെഡി. ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചോളാം. അപ്പൊ നാൻസി? അവൾ പോയി. കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡിങ് കാർഡ് കിട്ടി. വധു നാൻസി, വരൻ എൻ്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ചന്റെ മകൻ പോളച്ചൻ. ഇതാ പറയണത്, വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ അപ്പനും അമ്മച്ചും കണ്ടോണ്ട് വരണ ഈ രംഗം. കണ്ടോണ്ട് വന്നാൽ എന്താ? എന്റെ ഈശോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ അല്ലേ? സോറി സോറി കേട്ടോ. പുതിയ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ സണ്ണിച്ചാനുള്ളല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ. അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നു കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂടെ?